ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പം വീഡിയോ എടുക്കുകയാണെങ്കിൽ ഇൻട്രോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ സോയിയെന്ന് പറഞ്ഞോളൂ. ക്യാമറ ഓണാക്കിയാൽ സോയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളുടെ ഇന്നത്തെ യാത്ര എൻ്റെ ഇത്താത്തൻ്റെ വീട്ടിലേക്കാട്ടോ. ഇത്താത്തൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഒരു പഴയ സ്റ്റൈൽ വീടാണ്, പുറമേന്നും കാണുന്ന പോലെയല്ല, ഉള്ളിലേക്ക്. അപ്പം വീടൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവിടെയുള്ള കുറച്ച് ദുരൂഹതകളും വേറൊരു ദുരൂഹതയും നിറഞ്ഞ യാത്ര കേട്ടോ ഇത്. പിന്നെ അവിടെ എത്തിയ ഉടനെ തന്നെ കേക്ക് തരുന്നുണ്ട്. അവരുടെ അനിയത്തി ഞാനാണല്ലോ, അപ്പോൾ എനിക്ക് തന്നിട്ടാണ് സോയിക്ക് കൊടുക്കുന്നത്. സോയി എന്നെ ഇങ്ങനെ നോക്കുന്നുണ്ട് ക്യാമറയിൽ, കറക്റ്റ് കാണാം. ഈ വീട്ടിലെന്താ ഇത്രമാത്രം വലുതെന്നല്ലേ. വിശപ്പോണ്ട് ഞങ്ങൾ എത്തിയിട്ട് വേഗം ഫുഡൊക്കെ കഴിക്കാം കേട്ടോ. ലഞ്ചിൻ്റെ ടൈമിൽ തന്നെ എത്തിയത്, നേരം വൈകിയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് എത്രയോ നേരത്തെ കഴിച്ചതാണ്. അങ്ങനെ നമ്മൾ കഴിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് സോയനെ ഇങ്ങനെ കളിപ്പിച്ചിട്ട് സോയ്ക്കും ഫുഡ് കൊടുക്കുന്നുണ്ട്. സോയൻ്റെ കാര്യം നോക്കണ്ട, കഴിക്കുന്നതൊക്കെ മക്കളല്ലേ, അങ്ങനെ ഇടയ്ക്കൊക്കെ കഴിക്കുന്നുള്ളൂ. പിന്നെ എനിക്ക് ഫുഡ് കഴിക്കേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്ത് സോയ്ക്ക് ആ കേക്ക് കൊടുത്തു. ഇങ്ങനെ കപ്പിലായിരുന്നു കേട്ടോ കേക്ക് ഉണ്ടായിരുന്നത്. അപ്പം സോയനെ കേക്ക് കൊടുത്തൊരു ഭാഗത്താക്കിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ സോയനെ നോക്കിയപ്പോൾ സോയ ഇങ്ങനെ ആയിട്ടുള്ളത്, മുഖത്തും മേലൊക്കെ നിറച്ചും കേക്ക് ആക്കിയിട്ടുണ്ട്. ഈ വീട്ടിലെന്ന് പറഞ്ഞാൽ പഴയ ഒരു ടൈപ്പ് വീട് കേട്ടോ. പഴയ ആയിട്ടുള്ള സ്റ്റെയറും കാര്യങ്ങളൊക്കെയാണ്. ഈ സ്റ്റെയർ കാണുമ്പോൾ മറ്റേ അനുരാഗ് വില്ലേജ് അതിലില്ലേ മൂന്നാമത്തെ പടി ഇങ്ങനെ എന്തോ വെച്ചിട്ടുണ്ടാന്നൊക്കെ പറയുന്നത് അതുപോലെ. ഇതിൽ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. നമ്മൾ കാണുമ്പോൾ ഉള്ള പോലെയല്ല, നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്പേസ് ഭയങ്കര കുറവാണ്. നമ്മൾ ചവിട്ടുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ ഉയരം പേടിയുള്ളവരും കൂടി ആണെങ്കിൽ പറയും വേണ്ട. മുകളിൽ ഇങ്ങനെ ഡോറുണ്ട് കേട്ടോ, അത് ഓപ്പൺ ആക്കാൻ നോക്കിയിട്ട് കഴിയുന്നില്ല. ഇങ്ങനെ ഞങ്ങൾ കുറേ പുഷ് ചെയ്ത് നോക്കി. അപ്പോൾ അത് തുറന്നപ്പോൾ ഇത്താത്ത പറഞ്ഞു അപ്പുറത്ത് കൂടെ വന്നിട്ടാണ് ഇത് തുറന്നതെന്ന്. ഒക്കെ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളതാണ്. പിന്നെ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ പല, അതായത് അപ്പുറത്തുള്ള വീടും കാര്യങ്ങളൊക്കെ കാണാം. പണ്ടത്തെ സിനിമയിലൊക്കെ കണ്ട ആ ഒരു രൂപം, അതായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം അപ്പുറത്തെ ഡോർ തുറക്കാൻ. ശരിക്കും ഈ സ്റ്റെയർ ഇങ്ങനെ ആയിട്ടുള്ളത്, തീരെ സ്പേസ് ഇല്ലാതെ നമുക്ക് ഇറങ്ങുമ്പം പേടിയാവും, അതുപോലെ തന്നെ കയറാനും ബുദ്ധിമുട്ടാണ്. കറക്റ്റ് ഒരാൾക്ക് കാല് വെക്കാനുള്ള സ്പേസ് ഇല്ലാത്ത പോലെയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ആ ഒരു എളുപ്പമല്ല കേട്ടോ നമുക്ക് കയറാനും ഇറങ്ങാനും ഉള്ളത്. പിന്നെ ആ വീട്ടിലൊക്കെ ഇങ്ങനത്തെ ഒരുപാട് ഹോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താത്ത പറഞ്ഞ് അതെന്തോ എതിർപ്പോക്ക് പോകാൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടോ. പണ്ടത്തെ വീട്ടിൽ അങ്ങനെയൊക്കെ തന്നെ ആണല്ലോ, ഞങ്ങൾക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ല. സോയ ഫുള്ള് കളിയായിരുന്നു. അവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത്, അവിടെ താത്തൊക്കെ 2 മക്കളാട്ടോ. അപ്പോൾ ആ മക്കളെ സാധനങ്ങളൊക്കെ എടുത്ത് കളിക്കുകയാണ്. തലയിലൊക്കെ കുത്തുന്നുണ്ട്. ആരും ഇപ്പം വലിച്ചെറിയും, അധികം നേരമൊന്നും ഇരിക്കൂല. അങ്ങനെ നമുക്കും സത്യം പറഞ്ഞാൽ വീട്ടിൻ്റെ അകത്തിരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പിന്നാണെങ്കിൽ നമ്മൾ വലിയൊരു സർപ്രൈസ് കാത്തു വെച്ചിട്ടുണ്ട്, അതിനുള്ള വെയിറ്റിംഗ് ആണ് കേട്ടോ ഇത്. അപ്പോൾ സോയനെ വെച്ചിട്ട് 2 ഫോട്ടോസൊക്കെ എടുത്ത്, ഇങ്ങനെ ഹെയർ ബാൻഡൊക്കെ വെച്ചിട്ട് ഹെയർ ക്ലിപ്പൊക്കെ വെച്ചിട്ട് വളരെ റെയറായിട്ട് അവരുടെ ഫോട്ടോസൊക്കെ കിട്ടാറുള്ളൂ. പിന്നെ അങ്ങനെ എന്തെല്ലോ മരങ്ങളൊക്കെ ഉണ്ട്. ഇത് സീതാപ്പായ എന്ന് പറയും, ഓരോ നാട്ടിൽ ഓരോന്നാണ് പറയുക. അപ്പം സീതാപ്പായത്തിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് സോയ അങ്ങനെ ഡോളും വെച്ചിട്ടൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ സർപ്രൈസ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് എൻ്റെ അനിയൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം അതൊരു സർപ്രൈസ് ആയിട്ട് അവന് കൊടുക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്നുണ്ടായ തീരുമാനം കേട്ടോ. നമ്മളിങ്ങോട്ട് വരുന്ന സമയത്തൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ എത്തിയപ്പോൾ ഉണ്ടായ പ്ലാനിങ് ആണ്. അപ്പം അവന് വേണ്ടിയിട്ടൊരു കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങി. അവനിവിടെ എല്ലാവരും അപ്പൂസ് എന്നാണ് വിളിക്കൽ. അപ്പം നമ്മൾ റൂമിൽ ജസ്റ്റ് ഒന്ന് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവനോട് ഇങ്ങോട്ട് വേറൊരു കാര്യത്തിന് എന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത്. ഫ്രണ്ടിലായിരുന്നു കേട്ടോ ഞങ്ങൾ അവനെ കാത്തിരുന്നത്, പക്ഷെ അവന് ബാക്കിലൂടെയാണ് വന്നത്. അവനെ അറിയില്ലല്ലോ എന്താ കാര്യം എന്നുള്ളത്. പിന്നെ എല്ലാവരെയും കണ്ടപ്പോൾ ഉള്ള ഒരു സർപ്രൈസാണ്. ഞാൻ അവിടെ ഉണ്ടായിരുന്നല്ലോ, എനിക്ക് അറിയില്ലായിരുന്നു. ആ ഒരു സർപ്രൈസാണ്. പിന്നെ ഇത് അവൻ്റെ ഫ്രണ്ടാട്ടോ, എന്താ കാര്യം എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ കോൾ ചെയ്തിട്ട് പറയാണ്, അപ്പം പെണ്ണാണ് ആൾക്ക് കത്തിയത്, ബർത്ത്ഡേൻ്റെ എന്തെല്ലോ കാര്യങ്ങളാണ്. എനിക്ക് പേടിയാവാം റൂമിലേക്ക് തുറക്കാൻ, ഒന്നങ്ങോട്ട് പോ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ റൂമൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ കയറി ലൈറ്റൊക്കെ ഇട്ട് ഒരവിടെ തൊടുന്ന എന്തോ പൊട്ടുമെന്നൊക്കെ വിചാരിച്ചു. അത്രയ്ക്കും സർപ്രൈസ് ഒന്നും കൊടുക്കാൻ മാത്രം നമുക്ക് ടൈമില്ലായിരുന്നു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എനിക്കൊരു പീസ് കേക്കൊക്കെ തന്ന്, പിന്നെ കേക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ പീസ് ഇങ്ങനെ മുറിച്ച് കൊടുത്ത്. അവൻ്റെ ഫ്രണ്ട് പറഞ്ഞു അവൻ നല്ല സർപ്രൈസ് ആയിട്ടുണ്ട്, പ്രതീക്ഷിച്ചിട്ടേ ഇല്ല, വേറെന്തോ കാര്യം എന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കേക്ക് ഈ ഒരു പരുവത്തിലായി. ഇത് ഇനി തിന്ന് തീർക്കണം. പിന്നെ സോയനായിട്ട് ഇങ്ങനെ കുട്ടികളൊക്കെ കളിക്കുന്നൊക്കെയുണ്ട്. ഫഹദും അവൻ്റെ ഫ്രണ്ടും പോയിട്ടോ. പിന്നെ എൻ്റെ അതിൻ്റെ ഒരു ആത്മാർത്ഥത കാണിച്ചത്, ഞാനിത് ഉച്ചക്ക് കഴിച്ച് ബാക്കി വെച്ച ചോറ് അത് അതുപോലെ എടുത്ത് തന്നിട്ട് രാത്രി നിൻ്റെ ഉച്ചക്കത്തെ ബാക്കി എനിക്ക് വേണ്ടേ. ഇനി ഇത് താത്തൻ്റെ 1ാമത്തെ അബദ്ധട്ടോ, ഇത് താത്തൻ്റെ 2ാമത്തത്. അപ്പോൾ ഇവർ രണ്ടാണ് താത്തൻ്റെ മക്കൾ. പിന്നെ ഷൈജൽഖാനെ വിളിച്ചിട്ട് ഇന്ന് നടന്ന കാര്യം, ഇവരുടെ 2 പേരും ബർത്ത്ഡേ ഒരു ദിവസത്തെ വ്യത്യാസം കേട്ടോ. ഈ ഷൈജൽ കിട്ട ഷർട്ട് ഞാൻ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ.
ഷൈജൽക്കൊക്കെ വേണ്ടി സൗദിയിൽ നമ്മൾ സർപ്രൈസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമുക്ക് പിന്നെ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ബൈ.